ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്കായി അയച്ചു. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ. 2 ബില്ലുകളാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഭരണഘടനയുടെ 4 അനുച്ഛേദങ്ങളിലാണ് പ്രധാനമായും ഭേദഗതി കൊണ്ടുവരുന്നത്. പാർലമെന്റ് മണ്ഡലങ്ങളുടെ പുനർനിർണയം വിശദമാക്കുന്ന അനുച്ഛേദം 82, പാർലമെന്റ് പ്രവർത്തന കാലാവധി സംബന്ധിച്ച അനുച്ഛേദം 83, സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയെക്കുറിച്ച് വിശദമാക്കുന്ന 172, പാർലമെന്റിന്റെ അധികാരം സംബന്ധിച്ച 327 എന്നിവയാണവ. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രപതി ലോക്സഭയുടെ ആദ്യ സഭാ സമ്മേളനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിക്കും. ആ വിജ്ഞാപന തീയതി മുതൽ ആയിരിക്കും പുതിയ സഭയുടെ ആദ്യ തീയതി. ലോക്സഭയുടെ കാലാവധി അവസാനിക്കുമ്പോൾ നിയമസഭകളുടെ കാലാവധിയും പൂർത്തിയാകും. ഉദാഹരണത്തിന് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതെങ്കിൽ ഇതിനുശേഷം വരുന്ന എല്ലാ നിയമസഭകളുടെയും കാലാവധി ലോക്സഭാ കാലാവധി അവസാനിക്കുന്ന 2034 പൂർത്തിയാകും. 2029 മുമ്പ് നിലവിൽ വന്നതും 2034 ഉള്ളിൽ കാലാവധി പൂർത്തിയാക്കുന്നതുമായ നിയമസഭകൾക്ക് കാലാവധി 2034 വരെ നീട്ടി ലഭിക്കും. അതേസമയം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഏതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനുള്ള വ്യവസ്ഥകളും 82A(5) ഉപവകുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാകും ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവച്ച് പിന്നീട് രൂപീകരിക്കുന്ന നിയമസഭയ്ക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ കാലാവധി ഉണ്ടാകൂ. ഇടക്കാല തെരഞ്ഞെടുപ്പുകളെപ്പറ്റിയും ബില്ലിൽ പറയുന്നുണ്ട്. കാലാവധി പൂർത്തിയാക്കാതെ ലോക്സഭയോ നിയമസഭയോ പിരിയുകയാണെങ്കിൽ ഇടയ്ക്ക് രൂപീകരിക്കുന്ന സഭകൾക്ക് ആദ്യ 5 വർഷത്തിൽ ശേഷിക്കുന്ന കാലയളവിലേക്ക് മാത്രമായിരിക്കും കാലാവധി. ഇതു സംബന്ധിച്ച് ആർട്ടിക്കിൾ 83 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും ആർട്ടിക്കിൾ 172 നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുമാണ് പറയുന്നത്. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള വോട്ടർ പട്ടിക, മണ്ഡലങ്ങളുടെ പുനർനിർണയം എന്നിവ സംബന്ധിച്ച് ആർട്ടിക്കിൾ 327 പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.